Good evening all. Welcome to Chemflix. മൂന്നാമത്തെ വീഡിയോ ആണിത്. ഫോർ ഹൈ ലാസ്റ്റ് മിനിറ്റ് 3-day സ്റ്റഡി പ്ലാൻ പ്ലസ് PYQ ഡിസ്കഷന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മൾ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2 വീഡിയോസ് ഓൾറെഡി പോയി. അപ്പോൾ those who are interested to see that one, you can go and see. ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററും അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQസും എന്തൊക്കെയാണ് മോസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫോർ ദി സ്കോറിംഗ് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകാൻ പാടില്ലാത്ത ഏരിയാസ് ആണ് ആദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് അതിന്റെ ഡീറ്റെയിൽഡ് സെഷനിലേക്ക് പോവാണ്. ഓക്കെ, വൺസ് അഗൈൻ വെൽക്കം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡാനിയൽ സെല്ല്. വാട്ട് ഈസ് ഡാനിയൽ സെല്ല്, ലൈക്ക് ഗാൽവാനിക് സെൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൽ റെപ്രസെന്റേഷൻ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സെൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ ഒരുമിച്ച് എഴുതുന്നത്. പിന്നെ ആ സെൽ റെപ്രസെന്റേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് നോൺ സ്റ്റിക് ഇക്വേഷൻ എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൽ റിയാക്ഷൻ, ഒരു പർട്ടിക്കുലർ സെൽ റിയാക്ഷൻ അല്ലെ ടോട്ടൽ സെൽ റിയാക്ഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, ദാറ്റ് ഈസ് ഷീ, അവിടെ ഷീ തന്നെ ആക്ട് ആസ് ആനോഡ് ആണെങ്കിൽ അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഷീ ആക്ട് ആസ് കാത്തോഡ് ആണെങ്കിൽ അതിന്റെ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പഠിക്കുന്നതിന് മുമ്പാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഓൾറെഡി ബോട്ടണിയുടെ എക്സാം കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴേക്കും ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കണം. ഓക്കെ, ഇനി രണ്ടാമത് വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കണ്ടക്ടൻസ് ആൻഡ് മോളാർ കണ്ടക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് വന്നിട്ടില്ലേ, അവിടെ റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടക്ടൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മുടെ ലോ എന്താണ്, കോൾഡ്-റാഷസ് ലോ അല്ലെ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ലോ ആണ് കോൾഡ്-റാഷസ് ലോ. അപ്പൊ കോൾഡ്-റാഷസ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഏരിയയിൽ നിന്ന്, രണ്ടാമത്തെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഇത്രയാണ് കണ്ടക്ടൻസ് ആണ്. ബേസിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. റെസിസ്റ്റൻസ് ആണ്, അങ്ങനെ വന്നിട്ടില്ല. കണ്ടക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, ഹൗ മോളാർ കണ്ടക്ടിവിറ്റി വേരീസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഇൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇൻ വീക്ക് ഇലക്ട്രോലൈറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. പിന്നെ കോൾഡ്-റാഷസ് ലോ. പിന്നെ അവിടെ നമ്മളൊരു ഗ്രാഫ് പഠിക്കുന്നുണ്ടല്ലോ കോൾഡ്-റാഷസ് ലോയുടെ, ആ ഗ്രാഫ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെല്ലാണ്. സെല്ലിന് നമുക്കറിയാം, സെൽ അല്ലെങ്കിൽ ബാറ്ററീസിനെ നമുക്ക് പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലെന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രൈമറി സെല്ലിൽ വരുന്നതാണ് നമ്മുടെ ഡ്രൈ സെല്ലും പിന്നെ അതുപോലെ തന്നെ മെർക്യൂറി സെല്ലും. അതിൽ മെർക്യൂറി സെല്ലിന്റെ വോൾട്ടേജ് 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. മെർക്യൂറി സെല്ലിന്റെ വോൾട്ട് 1.35 വോൾട്ട് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. മെർക്യൂറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെല്ല്, നമ്മൾ ഹിയറിംഗ് എയ്ഡ്സിൽ യൂസ് ചെയ്യുന്ന മെർക്യൂറി സെല്ലിന്റെ വോൾട്ട് 1.35 വോൾട്ട് ആണ്. പിന്നെ സെക്കൻഡറി സെല്ലിനകത്തേക്ക്, സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബാറ്ററി ഇല്ലേ, മൊബൈലിന്റെ ബാറ്ററി എന്ന് പറയുന്നത് സെക്കൻഡറി സെല്ലാണ്. അപ്പൊ ഈ സെക്കൻഡറി സെല്ലിനകത്ത് വരുന്ന ഒരു സെല്ലാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ കാറിലൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഇല്ലേ, ആ ലെഡ് സ്റ്റോറേജ് ബാറ്ററിനെ കുറിച്ച് അതിന്റെ ആനോഡിക് റിയാക്ഷൻ അതിന്റെ കാത്തോഡിക് റിയാക്ഷൻ ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് സെല്ലിൽ നിന്ന് വരുന്നത്. ഈ സെല്ലിൽ നിന്ന് പിന്നെ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവൽ സെൽ, അതായത് H2O2 ഫ്യൂവൽ സെൽ. എന്താണ് H2O2 ഫ്യൂവൽ സെൽ, അത് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ഫ്യൂവൽ സെല്ലിനെ നോക്കുവാണെങ്കിൽ ഒരു 6 വട്ടം അല്ല 7 വട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ ഫ്യൂവൽ സെല്ലിൽ ചോദിച്ചേക്കുന്ന കാര്യങ്ങള് ആ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു ഫ്യൂവൽ സെൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അതായത് മീൻസ് ആ ഒരു ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് ചോദിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ അതിന്റെ ആനോഡിക് റിയാക്ഷനും അതിന്റെ കാഥോഡിക് റിയാക്ഷനും അതിന്റെ ഓവറോൾ റിയാക്ഷൻസും ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂവൽ സെൽസ് എന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് വേറെ എന്തൊക്കെ വിട്ടുപോയാലും ഒരു കാരണവശാലും വിട്ടുപോകാൻ പറ്റില്ലാത്ത ഏരിയ ആണ്, പാടില്ലാത്ത ഏരിയ ആണ്, മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ആണ് ഈ ഡാനിയൽ സെല്ല്, സെൽ റെപ്രസെന്റേഷൻ, ഏൺസ്റ്റ് ഇക്വേഷൻ. നമുക്ക് അതിലേക്ക് പോവാം. കുറെ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തു പോവാം. അല്ല അതിന്റെ കുറെ എക്സാമ്പിൾസും എങ്ങനെയാണ് ഏതൊക്കെ ട്രിക്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പൊ പറയാം. സെൽ റിയാക്ഷൻ എങ്ങനെയാണ്, SHE സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോൺ, ആനോഡിക് കാഥോഡിക് റിയാക്ഷൻ, ആ ഒരു ഏരിയ. പിന്നെ വരുന്നത് കണ്ടക്ടൻസ്, റെസിസ്റ്റൻസ്, അതിനകത്ത് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഇസ് ഈക്വൽ ടു 1000 K/C ഇല്ലേ, 1000 കപ്പ ബൈ മൊളാരിറ്റി, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, കോൾഡ്രഷസ് ലോ, ഗ്രാഫ്, ഡ്രൈ, പിന്നെ വരുമ്പോൾ സെല്ലിനകത്ത് നിന്ന് ഡ്രൈ സെല്ല് വരും. ഇത്രയും ഏരിയയിൽ നിന്നാണ് മോസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലക്ക് അനുസരിച്ച് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് കൊറോഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കൊറോഷൻ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. നമുക്കറിയാം കൊറോഷൻ, പ്രിവെൻഷൻ ഓഫ് കൊറോഷനൊക്കെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്ന ഏരിയ ആണ്. അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ളത് കൊറോഷൻ എന്താണ്, പ്രിവെൻഷൻ ഓഫ് കൊറോഷന് 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റസ്റ്റിംഗ് ഓഫ് അയൺ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റസ്റ്റിംഗ് ഓഫ് അയൺ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ. നമ്മൾ നല്ല ലക്കി ആണെങ്കിൽ ഇതൊന്നും ചോദിച്ച് നമ്മളെ വെറുപ്പിക്കുകയല്ല. പക്ഷേ എക്സാം ടഫ് ആണെങ്കിൽ അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരും അല്ലെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ഈ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ഇഫ് യു ഹാവിങ് എനഫ് ടൈം നമ്മുടെ കയ്യിലുണ്ട്, വിച്ച് മീൻസ് ബാക്കിയുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, എല്ലാം ഒരു റിവിഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് എന്റെ കയ്യിലാണ് എന്നുണ്ടെങ്കിൽ കൊറോഷൻ, പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, റസ്റ്റിംഗ് ഓഫ് അയൺ, ആ ഒരു ഏരിയയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്, അത് വൺസേ വന്നിട്ടുള്ളൂ, ഒരു വട്ടം നിന്നിട്ടുണ്ട്. ഒരു പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്നാലും മോസ്റ്റ്ലി വന്നിരിക്കുന്ന ഏരിയാസ് ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സമയം കളയണ്ട, ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദി പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദി ഇലക്ട്രോകെമിക്കൽ സീരീസ്. നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിക്കാനുള്ള കോഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓൾറെഡി ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ അധികം വീഡിയോസ് ഇലക്ട്രോകെമിസ്ട്രീനെ നമുക്ക് എന്താ ചാനലിൽ കാണാൻ പറ്റും. ഓക്കെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്കതിപ്പോൾ പറയാം. ഈ ഇലക്ട്രോകെമിക്കൽ സീരീസിനെ കുറിച്ചിട്ടുള്ള ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നമ്മൾക്ക് എങ്ങനെയാണ് ആനോഡിനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് കാഥോഡിനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫ്രം ദ പൊസിഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദ ഇലക്ട്രോകെമിക്കൽ സീരീസ്, കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് Ag from AgNO3 solution. Represent the cell constructed with copper and Ag electrode. Write down the cell reaction taking place at the anode and the cathode. Write the Nernst equation for the above cell reaction. കണ്ടോ, ഇതാണ് ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ പറയുന്നത് നേരത്തെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തില്ലേ, ഡാനിയൽ സെൽ, ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് Ag ഫ്രം AgNO3 സൊല്യൂഷൻ. ആ ഒരു സെന്റൻസിൽ നിന്നാണ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കോപ്പർ ആനോഡാണോ സിൽവർ കാഥോഡാണോ എന്നുള്ളത്. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ കോഡ് അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്തുള്ള ട്രിക്ക് അങ്ങോട്ട് പഠിച്ചോ. ട്രിക്ക് ഇതാണ്, PSBC മെസിൻഡൽ ചാപ്പ്. PSBC മെസിൻഡൽ ചാപ്പ്. ഇനി ഈ PSBC മെസിൻഡൽ ചാപ്പ് ഇപ്പൊ തന്നെ ഒരു 10 വട്ടം അങ്ങോട്ട് പറഞ്ഞു. PSBC മെസിൻഡൽ ചാപ്പ്, PSBC മെസിൻഡൽ ചാപ്പ്. ഇതിനകത്ത് P എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യത്തിന്റെ സിമ്പിൾ നമുക്ക് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് പൊട്ടാസ്യം K ആണ് അല്ലെ. ഇനി S എന്ന് പറയുന്നത് സോഡിയം ആണ്, Na. B എന്ന് പറയുന്നത് ബേരിയം ആണ്, BaRium. ഇനി C എന്ന് പറയുന്നത് കാൽസ്യം ആണ്, CaLCium. അപ്പം പൊട്ടാസ്യം, സോഡിയം, ബേരിയം, കാൽസ്യം ആണ് ഇത്. ഈ പൊട്ടാസ്യം, സോഡിയം, ബേസിയം, കാൽസ്യത്തിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുള്ള ആളാണ് നമ്മൾ കാർബൺ എന്ന് പറയുന്നത്. കാർബൺ ഒരു നോൺ മെറ്റൽ ആയതുകൊണ്ട് നമ്മൾ ഇതിൽ പറയുന്നില്ല. അടുത്തത് M എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്, മഗ്നീഷ്യം ആണ്. A എന്ന് പറയുന്നത് അലൂമിനിയം ആണ്. അടുത്തത് ഇസ് എന്ന് പറയുന്നത് സിങ്ക് ആണ്, Zn. I എന്ന് പറയുന്നത് നമ്മുടെ അയൺ ആണ്, Fe. N എന്ന് പറയുന്നത് നിക്കൽ ആണ്, Ni. T എന്ന് പറയുന്നത് ടിൻ ആണ്, Sn. ആൻഡ് L എന്ന് പറയുന്നത് നമ്മുടെ ലെഡ് ആണ്, Pb. ഈ മെസിൻഡൽ കഴിഞ്ഞിട്ട് വരുന്ന മെസിൻഡലിനും നമ്മുടെ അടുത്ത ടേമിനും ഇടയ്ക്ക് വരുന്ന ആളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഇവിടെയാണ്. ഇനി ലാസ്റ്റത്തെ നമുക്ക് ടേം നോക്കാം. C എന്ന് പറയുന്നത് കോപ്പർ ആണ്, കോപ്പർ. പിന്നെ H എന്ന് പറയുന്നത് മെർക്യൂറി ആണ് കേട്ടോ, മെർക്യൂറി. പിന്നെ A എന്ന് പറയുന്നത് സിൽവർ ആണ്, Ag സിൽവർ, അർജന്റം. പിന്നെ A എന്ന് പറയുന്നത് അടുത്ത A എന്ന് പറയുന്നത് ഗോൾഡ് ആണ്, ഓരം, Au. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന P എന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റിനം ആണ്. നമുക്കറിയാം പ്ലാറ്റിനം ഈസ് മോസ്റ്റ് ഇനേർട്ട് അല്ലെ. പ്ലാറ്റിനം ഇനേർട്ട് ആണെന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം,
മോസ്റ്റ് റിയാക്റ്റീവ് എവിടെയാണ്? ഇതാണ് മോസ്റ്റ് റിയാക്റ്റീവ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നവരും റിയാക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് അല്ലെ. റിയാക്ടിവിറ്റി ഓർഡർ ആണ് പറയുന്നത്. ഇവിടെ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും. റിയാക്ടിവിറ്റി വെരി ലെസ് ആയിരിക്കും. ഇവിടെ വെരി ലെസ് റിയാക്റ്റീവ് ആണ്. ഇവിടെയാണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ളത്. കണ്ടോ? ഇനി ഇവിടെ നോക്കിക്കേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോപ്പർ ക്യാൻ ഡിസ്പ്ലേസ് Ag ഫ്രം AgNO3 സൊല്യൂഷൻ. അതായത് AgNO3 സൊല്യൂഷനിൽ നിന്ന് Agനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ആർക്ക്? കോപ്പറിന്. സോ കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ silver. Copper is more reactive than silver. Copper is more reactive than silver. Copper is more reactive than silver. കണ്ടോ? ഒരു മിനിറ്റ് ഒന്ന് എഴുതിയോട്ടെ. റിയാക്റ്റീവ് ദാൻ സിൽവർ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പർ ആരായിട്ട് ആക്ട് ചെയ്യും? കോപ്പർ വിൽ ആക്ട് ആസ് ആനോഡ്. കോപ്പർ ആയിട്ട് ആക്ട് ചെയ്യും, ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ സിൽവർ ആരായിട്ട് ആക്ട് ചെയ്യും? കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യും. കണ്ടോ? അപ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആരാണോ അതായിരിക്കും ആനോഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് റെപ്രസെന്റ് ദ സെൽ കൺസ്ട്രക്റ്റഡ് വിത്ത് Cu and Ag ഇലക്ട്രോഡ്. Cu and Ag ഇലക്ട്രോഡ് വെച്ചിട്ടുള്ള സെല്ല് കൺസ്ട്രക്ട് ചെയ്യാലോ. അതെ, കോപ്പർ എന്താ ചെയ്യുന്നത്? കോപ്പർ Cu അതിന്റെ 2 ഇലക്ട്രോണെ കൊടുത്തിട്ട് Cu2++ 2 ഇലക്ട്രോൺ ആവും. Ag എന്ത് ചെയ്യും? Ag 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് Ag ++1 ഇലക്ട്രോൺ ഗീവ്സ് Ag ആവും. Ag പ്ലസ് 1 ഇലക്ട്രോണെ സ്വീകരിച്ച് Ag ആവും. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സെല്ല് റെപ്രസെന്റേഷൻ എഴുതാലോ. അപ്പൊ ഞാൻ ഇത് വായിക്കുവാണേ. നമുക്ക് ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ്. അപ്പൊ കോപ്പർ എന്താണ്? ആനോഡാണ്. കോപ്പർ ആനോഡാണ്. കോപ്പർ എന്ത് ചെയ്യുവാണ്? 2 ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യുവാണ്. Cu ഗീവ് Cu2+. ബാർ സോൾട്ട് ബ്രിഡ്ജ് ആണ്. അത് കഴിഞ്ഞ് Ag+ ആണ് നമ്മുടെ 1 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് Ag ആയിട്ട് മാറുന്നത് അല്ലെ. Ag+, Ag ഇതല്ലേ ആനോഡിക് റെപ്രസെന്റേഷൻ. ഇത് ഇത് കാഥോഡിക് റെപ്രസെന്റേഷനും ഇത് ആനോഡിക് റെപ്രസെന്റേഷനും. ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. കാരണം ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ. കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ. ഈ ഒരു സംഗതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏറെക്കുറെ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ആനോഡിലുള്ളത് ഓക്സ് ആണ്, ഓക്സിഡേഷൻ ആണ്. കാഥോഡിലുള്ളത് റിഡക്ഷൻ ആണ്. അതിനാണ് റെഡ് കാറ്റ് എന്ന് പറയുന്നത്. റെഡ് കാറ്റ്. ഇതാണ് നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് പഠിക്കേണ്ട കോഡ് എന്താണ്? PSBC മെസൻഡൽ ഷാപ്പ് എന്ന് പറയുന്നതിനകത്ത് എല്ലാം ഞാനിപ്പോ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തരാം. PSBC മെസൻഡൽ ഷാപ്പിനകത്ത് വെച്ചിട്ട് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് കോപ്പറും സിൽവറും തമ്മിലാണ്. അപ്പൊ കോപ്പർ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. കോപ്പർ ആക്ട് ആസ് ആനോഡ്, സിൽവർ ആക്ട് ആസ് കാഥോഡ്. ആദ്യം വരുന്നത് ആനോഡ്, രണ്ടാമത് വരുന്നതാണ് കാഥോഡ്. ABC കണ്ടോ? ആദ്യം A വരും, പിന്നെ B, പിന്നെ വരും C വരും. അപ്പൊ നമുക്ക് Aയും Cയും മാത്രമാണ് ആവശ്യം. നമുക്ക് ആൽഫബറ്റിക് ഓർഡറിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആദ്യം A വരും, പിന്നെ C വരും. ക്ലിയർ അല്ലേ? ഇനി റൈറ്റ് ഡൗൺ സെൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ്. അപ്പൊ നമ്മൾ സെൽ റിയാക്ഷൻ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. സെൽ റിയാക്ഷൻ എന്നായിരുന്നു? ആദ്യം കോപ്പർ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. കോപ്പർ അതിന്റെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. സോ Cu2++ 2 ഇലക്ട്രോൺ. ഇനി റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പൊ Ag+1 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായി മാറും? Ag ആയിട്ട് മാറും. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഇലക്ട്രോണിന്റെ നമ്പർ ബാലൻസ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ × 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്കിപ്പോ ഇവിടെ 2 ഇലക്ട്രോൺ ബാലൻസ്ഡ് ആയി. ഇനി നമ്മൾ ടോട്ടൽ റിയാക്ഷൻ എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഇങ്ങനെ എഴുതാം. Cu+2Ag+ gives എന്ത് കിട്ടും? Cu2++ 2Ag. എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ? ആ 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം 2 ഇലക്ട്രോൺസിനെ ക്യാൻസൽ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ടോട്ടൽ റിയാക്ഷൻ എഴുതാൻ പറ്റുള്ളൂ. ടോട്ടൽ റിയാക്ഷൻ കോപ്പർ +2 സിൽവർ പ്ലസ് ഗീവ് Cu2++ 2Ag. ഇനി നമ്മളോട് മൂന്നാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദി അബോവ് സെൽ റിയാക്ഷൻ. കണ്ടോ? നേൺസ്റ്റ് ഇക്വേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. E cell is equal to E naught cell minus 2.303 RT/NF log ഓക്സിഡേഷൻ ഡിവൈഡ് ബൈ റിഡക്ഷൻ ആണ് നമ്മുടെ ഇത്. അപ്പൊ നമുക്ക് ഇവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Cu2+ ആയിട്ട് മാറുമായിരുന്നു. ഇനി റിഡക്ഷൻ നടന്നപ്പോൾ 2Ag+ ആയിട്ട് മാറുമായിരുന്നു. അപ്പൊ നമുക്ക് ഈ 2നെ എന്ത് ചെയ്യണം? അതിന്റെ പവർ ആയിട്ട് കാണിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? E cell is equal to E naught cell minus 2.303 RT/R ന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോള്. പിന്നെ T എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ ആണ്. ഡിവൈഡഡ് ബൈ, അപ്പൊ ഇവിടെ ഒരു ചേഞ്ച് വരും. 2.303 RT/F. ഇവിടെ Fന്റെ വാല്യൂ 96,500 ആണ്. F എന്ന് പറയുന്നത് 96,500 കൂളോം ആണ്. പിന്നെ നമ്മൾ R എന്ന് പറയുന്നത് 8.314 ആണ്. T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 298 കെൽവിൻ ആണ്. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്
0.0591 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 0.0591 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഇവിടെ എന്താ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷിഫ്റ്റഡ് ആണ്. അപ്പൊ നമ്മളിവിടെ 2 ഇലക്ട്രോൺ ആണ്. സോ 2 ഇൻറ്റു ലോഗ്, ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത് എന്താണ്, കോപ്പറിനാണ്. സോ Cu2+. ഇനി റിഡക്ഷൻ സംഭവിച്ചത് എന്താണ്, Ag:ക്കാണ്. Ag പ്ലസ് ആണ് ശരിക്കും. എന്നിട്ട് എത്ര മോൾസ് Ag പ്ലസ് ഉണ്ട്, 2 മോൾസ് ഉണ്ട്. സോ ആ 2നെ മേലിലേക്ക് ഇട്ടു. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദി എബോവ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഏത് നമ്മുടെ നേൺസ്റ്റ് ഇക്വേഷൻ, ഡാനിയൽ സെല്ല്, ഹൗ ടു കൺസ്ട്രക്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. സെൽ റിയാക്ഷൻ ഇൻ ഡാനിയൽ സെല്ല് നമ്മൾ ഡാനിയൽ സെല്ലിലുള്ള സെൽ റിയാക്ഷൻ ആണിത്. Zn plus Cu2 plus Zn2 plus Cu. ആൻഡ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ജനറൽ ഇലക്ട്രോഡ് റിയാക്ഷൻ ഇത് ഉള്ളതാണ് കേട്ടോ. ഇത് അതേപോലെ തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. Mn++ n ഇലക്ട്രോൺ ഗീവ്സ് ms എന്ന് പറയുന്നത്. അതിന്റെ ഇത് തന്നിട്ടുണ്ട്. ഈ Mn+m is equal to E0 Mn+bar m minus 2.303 RT by NF log concentration of m divided by concentration of m to the power n plus. Okay. Derive Nernst equation for Daniel cell. Daniel cell in the Nernst equation ആണ് derive ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പൊ Nernst equation എന്താണെന്ന് ഇവിടെ നമ്മൾ ഓൾറെഡി സെൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സെൽ റിയാക്ഷൻ തരുമ്പോൾ സിങ്ക് പ്ലസ് Cu2+ എന്താ സംഭവിക്കുന്നത്, Cu2+ 2 ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത് Cu ആവുകയാണ്. സോ റിഡക്ഷൻ സംഭവിക്കുവാണ് Cuന്. സിങ്കിന് എന്താ സംഭവിക്കുക, ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്. അപ്പൊ ഓക്സിഡേഷൻ ഹാഫ് സെല്ലും ഉണ്ട്, റിഡക്ഷൻ ഹാഫ് സെല്ലും ഉണ്ട്. അപ്പൊ നമുക്ക് അത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ട് EZ is equal to E കാഥോഡ് മൈനസ് E ആനോഡ് വെച്ചിട്ടൊക്കെ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഡിറൈവ് ദ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ലേറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ, വി ക്യാൻ കൺസ്ട്രക്ട് ഇന്യൂമറബിൾ നമ്പർ ഓഫ് ഗാൽവാനിക് സെൽസ് ഓൺ ദി പാറ്റേൺ ഓഫ് ഡാനിയൽ സെൽ ബൈ ടേക്കിംഗ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഹാഫ് സെൽസ്. ഡിഫറെന്റ് ഹാഫ് സെൽസ് വെച്ചിട്ട് നമുക്ക് ഇന്യൂമറബിൾ നമ്പർ ഓഫ് ഗാൽവാനിക് സെൽ ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് ഈ PSBC മെസൻഡർ ചാപ്പ് വെച്ചിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഡിഫറെന്റ് സെൽ റിയാക്ഷൻസ്, അതായത് ഓക്സിഡേഷൻ ഹാഫ് സെൽ ആണെങ്കിൽ ഓക്സിഡേഷൻ ഹാഫ് സെൽ ആദ്യം വരുന്നതായിരിക്കും എപ്പോഴും ഓക്സിഡേഷൻ ഹാഫ് സെൽ, പിന്നെ രണ്ടാമത് വരുന്ന ആളായിരിക്കും റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് പറഞ്ഞാൽ. PSBC മെസൻഡർ ചാപ്പിൽ ആദ്യം ആര് വരുന്നോ അയാളായിരിക്കും ഓക്സിഡേഷൻ ഹാഫ് സെൽ. ഇനി ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടോ, വാട്ട് ഈസ് ഗാൽവാനിക് സെൽ, എന്താണ് ഗാൽവാനിക് സെൽ? നെയിം ദി ആനോഡ് ആൻഡ് കാഥോഡ് യൂസ്ഡ് ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ യൂസ് ചെയ്തിരിക്കുന്ന ആനോഡ് ഇതാ, കാഥോഡ് ഏതാണ്? നെയിം ദി സെൽ റെപ്രസെന്റഡ് ബൈ PT⁻H2⁻H+. അതായത് നമ്മുടെ SHEയുടെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ, SHE. ഇവിടെ നോക്കിക്കേ, H2H+ ആയിട്ട് മാറുവാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഹൈഡ്രോജൻ H+ ആയി മാറുവാണ്, വിച്ച് മീൻസ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, അതായത് ഓക്സിഡേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. വെൻ ഷീ ആക്ട് ആസ് ആനോഡ്, ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോഴുള്ളതാണിത്. അക്കോർഡിംഗ് ടു ദി കൺവെൻഷൻ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദി അബോവ് സെൽ അറ്റ് ഓൾ ടെമ്പറേച്ചർ? ഷീ എപ്പോഴും 0 ആയിരിക്കും കേട്ടോ. ഇനി റൈറ്റ് ദി യൂസ് ഓഫ് ദി എബോവ് സെൽ. എബോവ് സെല്ലിന്റെ യൂസ്, ഷീ എന്തിനാ ഉപയോഗിക്കുന്നത്? ഷീ ഉപയോഗിക്കുന്നത് വേറൊരു പർട്ടിക്കുലർ ഒരെണ്ണത്തിന്റെ ആനോഡിന്റെ കാഥോഡിന്റെ EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഡാനിയൽ സെല്ലിന്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിങ്കിനാണ്. കാഥോഡ് എന്ന് പറയുന്നത് റിഡക്ഷൻ സംഭവിക്കുന്നത് കോപ്പറിനാണ്. ഇനി ഗാൽവാനിക് സെൽ എന്താണെന്നാണ് മറ്റൊരു ചോദ്യം. ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത് സെൽ is used to convert chemical energy to electrical energy. കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെൽസിനെ പറയുന്ന പേരാണ് ഗാൽവാനിക് സെൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഡാനിയൽ സെൽ ഒരു എക്സാമ്പിൾ ആണ് കണ്ടോ. അപ്പൊ ഇത് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, You are supplied with the following substance. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. കോപ്പർ റോഡ്, സിങ്ക് റോഡ്, സോൾട്ട് ബ്രിഡ്ജ്, 2 ഗ്ലാസ് സ്പീക്കേഴ്സ്, എ പീസ് ഓഫ് വയർ, 1 molar copper sulfate solution, 1 molar zinc sulfate solution. Represent the cell made using the above materials. ഈ above materials വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സെല്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കറിയാം, കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, ബോത്ത് ആർ കണക്റ്റഡ് ത്രൂ സോൾട്ട് ബ്രിഡ്ജ്. 2 ഗ്ലാസ് ബീക്കേഴ്സിനാണ് ഓൾറെഡി ഇത് ഏത് സെല്ലാ? ഡാനിയൽ സെല്ല് അല്ലെ. ഇതൊരു ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ എന്താണ്? ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ Zn എന്തായി മാറുവാണ്? Zn2+ ആയിട്ട് മാറുവാണ്. അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു, നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് വെച്ചു, എന്നിട്ട് നമ്മുടെ Cu2+ എന്തായിട്ട് മാറുവാണ്? Cu ആയിട്ട് മാറുവാണ്. അവിടെ റിഡക്ഷൻ സംഭവിച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ദിസ് സെൽ വിച്ച് ഇസ് മെയ്ഡ് ബൈ യൂസിങ് ദിസ് ഗിവൻ സബ്സ്റ്റൻസ് അല്ലെ. ഇനി നമ്മളോട് ചോദിക്കുവാണ് രണ്ടാമത്, റൈറ്റ് ദി നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദി എബോവ് സെൽ. എബോവ് സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എന്താ? EZ is equal to E0 cell minus നമുക്കറിയാം
2.303 RT by NF. അപ്പോൾ അവിടെ 2.303 RT by NFന് വരെ നമുക്ക് 0.0591 ഡിവൈഡ് ബൈ N, ഇവിടെ N എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കാണ്, ആനോഡിനാണ്, Zn2 പ്ലസ് ഡിവൈഡ് ബൈ Cu2 പ്ലസ്. അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. ഇനി എഴുത്ത് എന്താ പറഞ്ഞേക്കുന്നത്, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെല്ല്. സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്, സ്റ്റാൻഡേർഡ് EMF കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇ സെൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് EMF ഓഫ് ദി സെൽ ഈസ് ഈക്വൽ ടു ഈ കാത്തോഡ്. കാത്തോഡിൽ എന്താ നടക്കുന്നത്, റെഡ് കാറ്റ് റിഡക്ഷൻ ആണ്. ഈ കാത്തോഡ് മൈനസ് ഈ ആനോഡ്. അപ്പൊ ഇവിടുത്തെ കാത്തോഡ് എന്താണ്, കാത്തോഡ് കോപ്പർ ആണ് 0.34 മൈനസ് ആനോഡ് എന്താണ് മൈനസ് 0.76. കണ്ടോ, ഈ മൈനസ് വാല്യൂ ഒന്ന് നിഗ്ലക്ട് ചെയ്യരുത്, അത് രണ്ടും കൂടെ കൂടുമ്പോൾ പ്ലസ് ആവും. നമുക്ക് കിട്ടുന്ന വാല്യൂ 1.1 വോൾട്ട് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ട്രിക്ക് ഇവിടെ ഞാൻ പറഞ്ഞുതരാം, വലുതിൽ നിന്ന് ചെറുതങ്ങ് കുറച്ചാൽ മതി. വലുതിൽ നിന്ന് ചെറുത്, ഇവിടെ വലുത് ഏതാ 0.34 ആണ്, ഇവിടെ ചെറുത് വീണ്ടും കുറയ്ക്കുവാണ്. ചെറുത് എന്താ മൈനസ് 0.76. അപ്പോൾ ഇവിടുന്ന് വലുതിൽ നിന്ന് ചെറുത് കുറച്ചു, അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് സൈൻ ആവും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിന്റെ തന്നെ ഈ സെയിം ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. റെപ്രസെന്റ് ഗാൽവാനിക് സെൽ ബേസ്ഡ് ഓൺ ദി സെൽ റിയാക്ഷൻ ഗിവൻ കോപ്പറും സിൽവറും. റൈറ്റ് ഹാഫ് സെൽ റിയാക്ഷൻ ഓഫ് ദി എബോവ് സെൽ. നമുക്കറിയാം PSBC മെസൻഡർ ചാപ്പ് വരുമ്പോഴേക്കും ആദ്യം കോപ്പർ ചാപ്പിലുണ്ട്, ആദ്യം കോപ്പർ വരും, പിന്നെ HA. ഓക്കെ, അപ്പൊ പിന്നെയാണ് സിൽവർ വരുന്നത്. അപ്പൊ കോപ്പർ എന്ന് പറയുന്നത് ആരാണ്, ആനോഡ് ആയിരിക്കും. സിൽവർ എന്ന് പറയുന്നത് ആരായിരിക്കും, കാത്തോഡ് ആയിരിക്കും. ആനോഡിൽ എന്താ നടക്കുന്നത്, ഓക്സിഡേഷൻ, ആനോക്സ് ആണ്. കാത്തോഡിൽ എന്താ നടക്കുന്നത്, റിഡക്ഷൻ, റെഡ് കാറ്റ് ആണ്. അപ്പൊ നോക്കിക്കേ, റൈറ്റ് ഹാഫ് സെൽ റിയാക്ഷൻ. ഹാഫ് സെൽ റിയാക്ഷൻ എഴുതാലോ. എന്താ ഇവിടെ സംഭവിക്കുന്നത്, Cu എന്തായിട്ട് മാറുക, Cu2+ ആയിട്ട് മാറുക. അപ്പൊ Cu gives Cu2+ 2 ഇലക്ട്രോൺ. കാരണം എന്താ, ഇവിടെ ഓക്സിഡേഷൻ അല്ലേ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. കണ്ടോ, ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. ഇനി അവിടെ നോക്കിക്കേ 2 Ag+. അപ്പൊ ഇവിടെ നമുക്ക് 2ന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ Ag+ എന്ത് സംഭവിച്ചു, ഈ ഇവിടെ വെക്കുന്ന 1 ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്തിട്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ട് ഗെയിൻ ചെയ്തിട്ട് Ag ആയിട്ട് മാറുവാണ്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്, റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഇത് ഹാഫ് സെൽ റിയാക്ഷൻ എഴുതിയാൽ മതി, 1 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഈ സെയിം ഏരിയയിൽ നിന്ന് വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഡാനിയൽ സെൽ കൺവേർട്സ് കെമിക്കൽ എനർജി ലിബറേറ്റഡ് ഡ്യൂറിംഗ് ദി റിഡക്സ് റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഞാൻ പറഞ്ഞു നേരത്തെ കെമിക്കൽ എനർജി, നേരത്തെ ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടായിരുന്നത്. ഇതിന്റെ ആൻസർ ആണ് ഈ എഴുതിയിരിക്കുന്നത്. കെമിക്കൽ എനർജിനെ എന്തായിട്ട് മാറുവാണ്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഡാനിയൽ ഐഡന്റിഫൈ ചെയ്ത് ആനോഡ് ആൻഡ് കാഥോഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഐഡന്റിഫൈ ചെയ്ത് ആനോഡ് ആൻഡ് കാഥോഡ് എന്താ. അപ്പൊ ഓക്സിഡേഷൻ സംഭവിക്കുന്ന എവിടെ നോക്കിക്കേ, സിങ്ക് ആണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അതുകൊണ്ട് സിങ്ക് ഈസ് ദി ആനോഡ്. കോപ്പറിനാണ് ഇവിടെ റിഡക്ഷൻ സംഭവിക്കുന്നത്, സോ കോപ്പർ ഈസ് ദി കാഥോഡ് അല്ലെ. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി. അപ്പൊ നമുക്ക് ഇവിടെ പുതിയൊരു കാര്യം പഠിക്കണം. ΔG ഈസ് ഈക്വൽ ടു -NF ഈ സെൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പൊ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി, അപ്പൊ ഈ നോട്ട് സെൽ ഓൾറെഡി 1.1 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. F എന്താണ്, 96,500 കൂളോം ആണ്. F എന്ന് പറയുന്നത് നമ്മുടെ ഫാരഡേ, 96,500 കൂളോം. N എന്താണ് ഇവിടെ, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷിഫ്റ്റഡ്. അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്, N എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ്. സോ N വാല്യൂ 2 ആയിരിക്കും. ഗീവ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ദ എബോവ് സെൽ റിയാക്ഷൻ. ഇത് തന്നെയാണ് ഇപ്പൊ നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ വന്നിരിക്കുന്നതാണ്. ഗാൽവാനിക് സെൽ ഈസ് റെപ്രസെന്റഡ് ബൈ മഗ്നീഷ്യം പിന്നെ സിൽവറും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, PSBC മെസിൻഡൽ ചാപ്പ് നോക്കണം. PSBC മെസിൻഡൽ ചാപ്പ് വരുമ്പം മസിൻഡലിലാണ് മഗ്നീഷ്യം കിടക്കുന്നത്, പിന്നെ ചാപ്പിലാണ് നമ്മുടെ സിൽവർ കിടക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ആദ്യം വരുന്ന ആൾ എന്തായിരിക്കും, ആനോഡ് ആയിരിക്കും. മസിൻഡലിലെ മഗ്നീഷ്യം എപ്പോഴും ആനോഡ് ആയിരിക്കും. ഇവിടെ സിൽവർ എപ്പോഴും കാത്തോഡ് ആയിരിക്കും. ഇപ്പൊ ഗാൽവാനിക് സെൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ആനോഡ് ഏതാ കാത്തോഡ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആദ്യം ആനോഡാണ് എഴുതുന്നത്, പിന്നെയാണ് കാത്തോഡ് എഴുതുന്നത്. അവിടെ നിന്ന് തന്നെ വേണേലും ഇത് മനസ്സിലാക്കും. ഇനി റൈറ്റ് ദ നേൺസ്റ്റ് ഇക്വേഷൻ ഓഫ് ഇറ്റ് സെൽ. നേൺസ്റ്റ് ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ സെൽ ഈസ് ഈക്വൽ ടു ഈ നോട്ട് സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ N. ഇവിടെ എത്ര ഇലക്ട്രോണാണ് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്, 2 ഇലക്ട്രോണാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 2 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Ag+. Ag+ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. Ag+ എത്ര എണ്ണം വേണം, 2 ഇലക്ട്രോണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി 2 മോൾസ് ഓഫ് Ag+ വേണം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ, തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിക്കരുത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഗീവ് ദ സെൽ റെപ്രസെന്റേഷൻ. എഗെയിൻ തന്നിരിക്കുകയാണ് സെൽ റെപ്രസെന്റേഷൻ ഓഫ്. അപ്പൊ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ടൈംസ് ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കാം. നമുക്ക് ΔG ഈസ് ഈക്വൽ ടു -NF ഈ സെല്ലിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ.